കാർഷിക വാർത്തകൾ. കാലവർഷം വൈകിയതിൻ്റെ പ്രത്യാഘാതം കാർഷിക മേഖലയിൽ ദൃശ്യമായി. നെല്ല് ഉൾപ്പെടെയുള്ള ഖാരിഫ് വിളകളുടെ വിതയ്ക്കൽ 23% കുറഞ്ഞു. രാജ്യത്ത് കാലവർഷം വൈകിയതോടെ ഖാരിഫ് കൃഷി വിതയ്ക്കൽ ഗണ്യമായി കുറഞ്ഞു. കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ 25 വരെയുള്ള കണക്കനുസരിച്ച് ഖാരിഫ് വിളകളുടെ ആകെ വിതച്ച വിസ്തൃതി 182.72 ലക്ഷം ഹെക്ടറാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 236.46 ലക്ഷം ഹെക്ടറായിരുന്നു. അതായത് വിതയ്ക്കലിൽ 23% ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രധാന ഖാരിഫ് വിളയായ നെല്ലിന്റെ കൃഷി വിസ്തൃതി 34.41 ലക്ഷം ഹെക്ടറിൽ നിന്ന് 25.75 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, നാടൻ ധാന്യങ്ങൾ, പരുത്തി എന്നിവയുടെ വിതയ്ക്കലിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവുണ്ട്. പയറുവർഗ്ഗങ്ങളുടെ ആകെ വിസ്തൃതി 21.46 ലക്ഷം ഹെക്ടറിൽ നിന്ന് 14.92 ലക്ഷം ഹെക്ടറിലേക്കും, എണ്ണക്കുരുക്കളുടെ വിസ്തൃതി 36.41 ലക്ഷം ഹെക്ടറിൽ നിന്ന് 16.99 ലക്ഷം ഹെക്ടറിലേക്കും കുറഞ്ഞു. സോയാബീൻ, തുവര, നിലക്കടല എന്നിവയുടെ കൃഷിയിലും ഇടിവ് രേഖപ്പെടുത്തി. പരുത്തി കൃഷി 45.36 ലക്ഷം ഹെക്ടറിൽ നിന്ന് 29.66 ലക്ഷം ഹെക്ടറായും കുറഞ്ഞു. അതേസമയം കരിമ്പ്, ചണം, മെസ്റ്റ എന്നിവയുടെ കൃഷി വിസ്തൃതിയിൽ നേരിയ വർധനയുണ്ട്. തെക്കുപടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ് വൈകിയതും മഴയുടെ കുറവുമാണ് ഖാരിഫ് വിതയ്ക്കലിനെ ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ. ഭൂമധ്യരേഖാ പസഫിക്കിലെ എൽ നിനോ പ്രതിഭാസം മൺസൂൺ സീസണിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട്. ഇതിനിടെ രാജ്യത്തെ 166 പ്രധാന ജലസംഭരണികളിലെ ആകെ ജലസംഭരണം പൂർണ്ണശേഷിയുടെ 26% മാത്രമാണ്. മഴ ശക്തി പ്രാപിക്കുന്നതും ജലലഭ്യത മെച്ചപ്പെടുന്നതും വരും ദിവസങ്ങളിൽ കാർഷിക മേഖലയെ സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കോഴിമുട്ട വില കുതിക്കുന്നു. കോഴിത്തീറ്റയുടെ വില വർധനവും തമിഴ്നാട്ടിൽ മുട്ടയുടെ മൊത്ത വില ഉയർന്നതുമാണ് വില വർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് കോഴിമുട്ട വില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നു. വയനാട്ടിൽ ചില്ലറ വിപണിയിൽ ഒരു മുട്ടയുടെ വില 8 രൂപ മുതൽ 8 രൂപ 50 പൈസ വരെ എത്തി. ഒരു മാസം മുമ്പ് 5 മുതൽ 6 രൂപ വരെ ഉണ്ടായിരുന്ന മുട്ടയുടെ വിലയാണ് കുത്തനെ ഉയർന്നത്. കോഴിത്തീറ്റയുടെ വില വർധനയും തമിഴ്നാട്ടിലെ നാമക്കലിൽ മുട്ടയുടെ മൊത്തവില ഉയർന്നതുമാണ് കേരളത്തിലും വില കൂടാൻ കാരണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എല്ലാം വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനൊപ്പം പുഴുങ്ങിയ കോഴിമുട്ട കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് കേരളത്തിൽ മുട്ടക്ഷാമം തുടങ്ങിയത്. മത്സ്യം, മാംസം എന്നിവയുടെ വില വർധനവിനെ തുടർന്ന് മുട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിക്കുകയും ചെയ്തു. 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 2300 രൂപ വരെയായി വില ഉയർന്നിട്ടുണ്ട്. കാടമുട്ടയുടെ വിലയും ഉയർന്നു. 3 രൂപയ്ക്ക് ലഭിച്ചിരുന്ന കാടമുട്ടയുടെ വില ഇപ്പോൾ 3 രൂപ 50 പൈസയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമായി അമേരിക്ക മാറി. ചൈനയെ പിന്തള്ളിയാണ് അമേരിക്ക ഈ നേട്ടം കൈവരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഏറ്റവും വലിയ വാങ്ങലുകാരായി അമേരിക്ക മാറി. പരമ്പരാഗതമായി 1ാം സ്ഥാനത്തായിരുന്ന ചൈന മുളകും ജീരകവും ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഇറക്കുമതി ഗണ്യമായി കുറച്ചതാണ് ഈ മാറ്റത്തിന് കാരണം. 2025-26 അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ മൂല്യം $624 ദശലക്ഷം ആയപ്പോൾ ചൈനയിലേക്കുള്ള കയറ്റുമതി $769 ദശലക്ഷം നിന്ന് $519 ദശലക്ഷം ആയി. 32% ഇടിവ് രേഖപ്പെടുത്തി. ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതിനെ തുടർന്ന് ചൈന ഇന്ത്യയിൽ നിന്നുള്ള ജീരകവും മുളകും വാങ്ങുന്നത് കുറച്ചതായി വ്യാപാര വൃത്തങ്ങൾ വ്യക്തമാക്കി. ജീരക കയറ്റുമതി അളവിൽ 76%വും മൂല്യത്തിൽ 80%വും കുറഞ്ഞു. മുളകിന്റെ കയറ്റുമതിയിലും ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം അമേരിക്കയിലേക്കുള്ള കുരുമുളകിന്റെയും മഞ്ഞളിന്റെയും കയറ്റുമതി വർദ്ധിച്ചെങ്കിലും താരിഫ് വെല്ലുവിളികളും കുറഞ്ഞ കയറ്റുമതി അളവും മൊത്തം കയറ്റുമതിയെ ബാധിച്ചു. ഇതിനിടെ ഇന്ത്യയുടെ ആകെ സുഗന്ധവ്യഞ്ജന കയറ്റുമതി 6.1% കുറഞ്ഞ് $4.43 ബില്യൺ ചൈനയിലെ ഉയർന്ന ആഭ്യന്തര ഉൽപാദനമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണമെന്ന് വ്യവസായ രംഗം വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.